3 വർഷങ്ങൾക്ക് ശേഷം കൊട്ടിയൂരിൽ ആലിംഗന പുഷ്പാഞ്ജലി നടന്നു. കുറുമാത്തൂർ ഇല്ലത്തെ നായ്ക്കൻ സ്ഥാനികനായ കൃഷ്ണൻ നമ്പൂതിരിപ്പാടാണ് സ്വയംഭൂ വിഗ്രഹത്തിൽ ആലിംഗന പുഷ്പാഞ്ജലി നടത്തിയത്. രോഹിണി ആരാധനയോടനുബന്ധിച്ചാണ് ആലിംഗന പുഷ്പാഞ്ജലി നടത്തുക. വ്രതാനുഷ്ഠാനങ്ങളോടെ എത്തിയ കുറുമാത്തൂർ ഇല്ലത്തെ മുതിർന്ന കാരണവരായ കൃഷ്ണൻ നമ്പൂതിരിപ്പാടാണ് ആലിംഗന പുഷ്പാഞ്ജലി നടത്തിയത്. ശിവേലിക്ക് മുന്നോടിയായാണ് ആലിംഗന പൂജ മണിത്തറയിൽ നടന്നത്. ദക്ഷിണാൽ അപമാനിതയായി യാഗാഗ്നിയിൽ സതീദേവി എരിഞ്ഞടങ്ങിയതറിഞ്ഞ് ഉഗ്രകോപിയായ ശിവനെ വിഷ്ണു ഭഗവാൻ ആലിംഗനം ചെയ്തു സാന്ത്വനിപ്പിച്ചതാണ് ഈ ചടങ്ങിന്റെ ഐതിഹ്യം. രോഹിണി ആരാധനയ്ക്ക് തലേന്ന് തിങ്കളാഴ്ച മണത്തണ ഗോപുരത്തിലെത്തിയ നായ്ക്കൻ സ്ഥാനികനെ മണത്തണ ആക്കൽ തറവാട്ടിലേക്ക് സ്വീകരിച്ചു. ചൊവ്വാഴ്ച രാവിലെ കുണ്ടൻ ക്ഷേത്രത്തിൽ എത്തിയ സ്ഥാനികൻ പ്രാർത്ഥനകൾക്ക് ശേഷമാണ് അക്കരെ കൊട്ടിയൂരിലെത്തിയത്. കൊട്ടിയൂരിലെത്തിയ സ്ഥാനികനെ തേടൻ വാര്യരുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. തുളസിക്കതിരും ജലവും ഉപയോഗിച്ചുള്ള പൂജയ്ക്ക് ശേഷമാണ് ആലിംഗന പുഷ്പാഞ്ജലി നടത്തിയത്. പുഷ്പാഞ്ജലി കഴിഞ്ഞ് കുറുമാത്തൂർ തറയിൽ നിന്നും ഇറങ്ങുന്നതുവരെ വാദ്യം തുടർന്നു. ഒടുവിൽ ഭണ്ഡാരം പെരുക്കി. തിരുവഞ്ചിറയിൽ പ്രദക്ഷിണം ചെയ്തു പ്രസാദവും വാങ്ങി കുറുമാത്തൂർ സ്ഥാനികൻ മടങ്ങി. ഭക്തിസാന്ദ്രമായ ചടങ്ങിന് ആയിരക്കണക്കിന് വിശ്വാസികളാണ് സാക്ഷിയായത്. ന്യൂസ് ബ്യൂറോ, പേരാവൂർ.